EMS മുഖവുര ആവശ്യമില്ലാത്ത മൂന്നക്ഷരം. കേരളം കടന്ന് ഭാരതം കടന്ന് സാർവദേശീയ രംഗങ്ങളിൽ ആ നാമം സുപ്രസിദ്ധമായിരിക്കുന്നു. അതെ, ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് കേരളത്തിന്റെ ഈ മഹാനായ പുത്രനാണ്. വാക്കുകൾക്കും വരകൾക്കും വ്യാഖ്യാനങ്ങൾക്കും അതീതനായ ഏലംകുളം മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടെന്ന EMS. വേദത്തിൻ മന്ത്രശാലയിൽ നിന്നും അക്ഷരം അരണിയായി കടഞ്ഞ തീയും കൊണ്ട് മർദ്ദിത ലക്ഷങ്ങളെ കൈപിടിച്ചുയർത്തിയോ ആ മഹാജ്യോതിസിന് കാലത്തിൻ പ്രണാമങ്ങൾ. യുഗചേതനയുടെ വിപ്ലവ പ്രണാമങ്ങൾ. യുഗചേതനയുടെ വിപ്ലവ പ്രണാമങ്ങൾ. യുഗചേതനയുടെ വിപ്ലവ പ്രണാമങ്ങൾ. മലയാളിയുടെ ചരിത്രത്തിൽ ഏറ്റവും തീക്ഷ്ണവും ദൈക്ഷണികവുമായ പ്രഗത്ഭവും സ്നേഹമയവുമായ ലളിതവും കർമ്മനിരതവുമായ ഒരു അധ്യായം അവസാനിച്ച ദിവസം EMSന്റെ മരണനാൾ. EMSും നരനായിരുന്നു. ജനിച്ച ഭൂവിൽ ഓരോ നിമിഷത്തിലും ചെയ്യേണ്ട കാര്യങ്ങൾ നാട്ടാർക്ക് വേണ്ടി മാത്രം ചെയ്ത് 89 കൊല്ലങ്ങൾ യാത്ര ചെയ്ത ഒരു ശരീരത്തിന് പെട്ടെന്ന് വയ്യാതായി. ഒരു ശ്വാസതടസ്സത്തോടൊപ്പം കടന്നുവന്ന പനി നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല അധ്യായത്തിന് അന്ത്യം കുറിച്ചു. ഈ നൂറ്റാണ്ടിനു കേരളമേകിയ വരിഷ്ഠമാമൊരു വരദാനം, മാർക്സിസമെന്ന മഹാതത്വത്തിൻ ഭാരത പൗരുഷമണിമന്ത്രം. ഈ നൂറ്റാണ്ടിനു കേരളമേകിയ വരിഷ്ഠമാമൊരു വരദാനം, മാർക്സിസമെന്ന മഹാതത്വത്തിൻ ഭാരത പൗരുഷമണിമന്ത്രം. പാടുക പടഹമരിക്കുക നാടിൻ വിപ്ലവ സത്യാന്വേഷികളെ, കാലപ്പെരുവഴി തോറുമുയർത്തുക നമ്മുടെ സംഘമഹാശക്തി. EMSനു ഭാവുകമരുളും നമ്മുടെ സംഘമഹാശക്തി. കൊല്ലും കൊലയും കുലാധികാരം കൊണ്ടൊരു മനയിൽ, ഏലംകുളം മനയിൽ 4ാം മുറയായി നടന്ന തന്ത്ര നാടിൻ നായകനായ കഥ, വിപ്ലവനായകനായ കഥ. കൊല്ലും കൊലയും കുലാധികാരം കൊണ്ടൊരു മനയിൽ, ഏലംകുളം മനയിൽ 4ാം മുറയായി നടന്ന തന്ത്ര നാടിൻ നായകനായ കഥ, വിപ്ലവനായകനായ കഥ. കുതിച്ചു പായും കുന്തിപ്പുഴയുടെ കുഞ്ഞലമാലകൾ പാടുന്നു ഈ മലനാടിൻ രണഭൂമികളതു സ്വന്തം കഥയായി മാറ്റുന്നു. ബ്രാഹ്മണ്യത്തിൻ പൂണൂൽ ചരടുകൾ പൊട്ടിച്ചെന്നൊരു നാളിൽ കോഴിക്കോട്ടെ കടൽപ്പുറത്തേക്കുത്തിനു പോയൊരു യാത്ര. ബ്രാഹ്മണ്യത്തിൻ പൂണൂൽ ചരടുകൾ പൊട്ടിച്ചെന്നൊരു നാളിൽ കോഴിക്കോട്ടെ കടൽപ്പുറത്തേക്കുത്തിനു പോയൊരു യാത്ര. കയ്യിൽ ചങ്ങല മുന്നിലിരുമ്പഴി അത്ഭുത ജൈത്രയാത്ര. ഇന്ത്യൻ വിപ്ലവ വീഥികൾ തേടുമൊരു ജ്വല സാഹസയാത്ര, ഒരു വിപ്ലവ ജൈത്രയാത്ര.
50,000 പറ നെല്ല് പാട്ടമായി ലഭിച്ചിരുന്ന ധനാട്യ നമ്പൂതിരി കുടുംബത്തിൽ EMS ജനിക്കുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് വിഭാവന ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ ഭീകരമായ ജാതിഭ്രാന്തും ജന്മിനാടുവാഴിത്വവും ബ്രിട്ടീഷ് ആധിപത്യവും കൊടികുത്തി വാഴുകയായിരുന്നു. സർവ്വ ഐശ്വര്യങ്ങളുടെയും നടുവിൽ രാജകുമാരനെ പോലെ കഴിയാമായിരുന്ന അദ്ദേഹം തൻ്റെ അളവറ്റ സ്വത്തും പദവികളും ഉപേക്ഷിച്ച് വിപ്ലവത്തിൻ്റെ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ അടിച്ചമർത്തപ്പെട്ടവരുടെയും അധ്വാനിക്കുന്നവരുടെയും ചേരിയിലേക്ക് ശ്രീബുദ്ധനെ പോലെ ഇറങ്ങിച്ചെന്നു. കുടുമ മുറിച്ചു കളയുകയും പൂണൂൽ കത്തിച്ച ചാരം യാഥാസ്ഥിതികർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്ത് ജാതിക്കോട്ടകളെ ഞെട്ടിച്ച ആ വിപ്ലവകാരി കോളേജ് വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് മഹാത്മജിയുടെ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ കോളേജിലെ ചരിത്രാധ്യാപകൻ പ്രൊഫസർ നാരായണസ്വാമി പറഞ്ഞത്, എൻ്റെ എക്കാലത്തെയും ഏറ്റവും നല്ല ചരിത്ര വിദ്യാർത്ഥി അകാലത്തിൽ പിരിഞ്ഞു. പക്ഷേ അദ്ദേഹം വെറും ചരിത്ര വിദ്യാർത്ഥി ആയിരിക്കേണ്ടവനല്ല, ചരിത്രം സൃഷ്ടിക്കേണ്ടവനാണ് എന്നാണ്. ചരിത്രമിന്നു തിരിഞ്ഞൊഴുകുമ്പോൾ അതിന്നു നേരെ നിൽക്കാൻ കിഴക്കണഞ്ഞൊരു ചെങ്കതിർ വീണ്ടും നമ്മുടെ മനസ്സിലുണർത്താൻ. ചരിത്രമിന്നു തിരിഞ്ഞൊഴുകുമ്പോൾ അതിന്നു നേരെ നിൽക്കാൻ കിഴക്കണഞ്ഞൊരു ചെങ്കതിർ വീണ്ടും നമ്മുടെ മനസ്സിലുണർത്താൻ. ഇന്നും കയ്യിൽ തൂലികയേന്തിയ നമ്മുടെ വിപ്ലവ ശില്പി ഇതിഹാസങ്ങൾക്ക് അത്ഭുതമായൊരു നാടിൻ ഭൂപടമെഴുതട്ടെ. തനിക്ക് വേണ്ടി ജീവിക്കാതെ മറ്റുള്ളവർക്കായി അദ്ദേഹം ജീവിച്ചു. മഷിയൊടുങ്ങാത്ത പേനയും ക്ഷീണിക്കാത്ത മനീഷയുമായി ലോകത്തിനാകെ പ്രകാശം ചൊരിഞ്ഞ് സ്വയം കത്തിയെരിയുന്ന സൂര്യൻ, അതാണ് EMS. പരന്ന രാവിതിലിങ്ങു സൂര്യമുഖം പോലെ വന്നു വിളങ്ങി നിൽക്കുവതേതു ചൈതന്യം. സൂര്യസന്നിഭമാമനസ്സു ജ്വലിച്ചു നിൽക്കുന്നു, ക്ഷീണമറ്റ മനീഷയായി നിറഞ്ഞു കത്തുന്നു. കൂരിരുട്ടു പരന്ന രാവിതിലിങ്ങു സൂര്യമുഖം പോലെ വന്നു വിളങ്ങി നിൽക്കുവതേതു ചൈതന്യം. സൂര്യസന്നിഭമാമനസ്സു ജ്വലിച്ചു നിൽക്കുന്നു, ക്ഷീണമറ്റ മനീഷയായി നിറഞ്ഞു കത്തുന്നു. ആയിരപ്പറ നെല്ലു കൊയ്തു മെതിച്ച ഭൂമിയിൽ നിന്നാരു വന്നു വിളിച്ചുണർത്തി മനുഷ്യരൂപികളെ. കുന്നുപോലെ കുമിഞ്ഞ നെല്ലിനുമപ്പുറത്തെന്നും വന്നു പാഴ്പതിർ പോലെ വീണടിയുന്ന മാനുഷരേ. കൂരിരുട്ടു പരന്ന രാവിതിലിങ്ങു സൂര്യമുഖം പോലെ വന്നു വിളങ്ങി നിൽക്കുവതേതു ചൈതന്യം. സൂര്യസന്നിഭമാമനസ്സു ജ്വലിച്ചു നിൽക്കുന്നു, ക്ഷീണമറ്റ മനീഷയായി
നിറഞ്ഞു കത്തുന്നു. തീരമേതൊരു ദിക്കിലെന്നറിയാതെ വൻകടലിൽ തോണി അന്ധതപ്പോ ആരു വന്നമരത്തു നിന്നു നയിച്ചു നൗകയിതേ തീരമൊന്നിലണച്ചു സങ്കരധീര തേജസ കൂരിരുട്ടു പരന്ന രാവിതിലിങ്ങു സൂര്യമുഖം പോലെ വന്നു വിളങ്ങി നിൽക്കുവതേതു ചൈതന്യം സൂര്യസന്നിഭമാമനസ്സു ജ്വലിച്ചു നിൽക്കുന്നു ക്ഷീണമറ്റ മനീഷയായി നിറഞ്ഞു കത്തുന്നു. പൊതുജീവിതത്തിൽ വ്യക്തിപരമായ യാതൊരു ലാഭവും ആഗ്രഹിക്കാതെ വിശ്രമമില്ലാതെ അദ്ദേഹം പ്രവർത്തിക്കുന്നു. നിന്ദിതരും പീഡിതരും നിർധനരും മർദ്ദിതരുമില്ലാത്ത നല്ലൊരു ഭാരതത്തിനായി. തറവാടും ഞാൻ വളർന്ന കളിവീടും ഞാനടിയും ചുടുപാടും ഭാരതം ഈ ഭാരതം. ഞാൻ പിറന്ന തറവാടും ഞാൻ വളർന്ന കളിവീടും ഞാനടിയും ചുടുപാടും ഭാരതം ഈ ഭാരതം. സ്വപ്നങ്ങളിൽ ഞാൻ കാണും സ്വർഗം നവഭാരതം കൽപ്പനയിൽ കണി കാണും ദുർഗം യുവഭാരതം. സ്വപ്നങ്ങളിൽ ഞാൻ കാണും സ്വർഗം നവഭാരതം കൽപ്പനയിൽ കണി കാണും ദുർഗം യുവഭാരതം. മതങ്ങൾ തൻ മതിലുകളും ജാതികൾ തൻ ചിതലുകളും അനുജനയും ജ്യേഷ്ഠനയും അന്യരാക്കുകില്ലിവിടെ. മതങ്ങൾ തൻ മതിലുകളും ജാതികൾ തൻ ചിതലുകളും അനുജനയും ജ്യേഷ്ഠനയും അന്യരാക്കുകില്ലിവിടെ. തറവാടും ഞാൻ വളർന്ന കളിവീടും ഞാനടിയും ചുടുപാടും ഭാരതം ഈ ഭാരതം. ഭാരതം ഈ ഭാരതം. ഭാരതം ഈ ഭാരതം. ഇവിടെ കണ്ണാടിയും ഒരു ഓർമ്മ പുതുക്കുകയാണ്. 4 വർഷം മുമ്പ് തിരുവനന്തപുരത്തെ ദേശാഭിമാനി ഓഫീസിന് സമീപമുള്ള വീട്ടിൽ വെച്ചുണ്ടായ ഒരു അഭിമുഖത്തിലെ ചില ഭാഗങ്ങൾ ഞങ്ങൾ ആവർത്തിക്കുകയാണ്. എന്റെ ലേഖനം എഴുതാനുള്ള പ്രലോഭനം കരുണാകരന്റെ ഒരു പ്രസ്താവനയാണ്. അത് ആ ലേഖനത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സേട്ടും മദിനിയും മതമൗലികവാദികളാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം തങ്ങൾ മതനിരപേക്ഷനാണെന്നാണ്. ആ സ്ഥിതിക്ക് മതമൗലികത എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച്
ഒരു നിർവചനം നൽകണമെന്ന് എനിക്ക് തോന്നി. അതിന് എനിക്ക് തോന്നുന്ന നിർവചനം ഞാൻ നൽകി. അപ്പൊ അതിൽ അഭിപ്രായ ഭേദം ഉണ്ടാവാം. അതിന്റെ ചർച്ച നടക്കട്ടെ. ഈ തരത്തിലുള്ള ഒരു ചർച്ച ആവശ്യമാണ് എന്നാണ് ഇപ്പോഴും എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മതമൗലികത എന്നുള്ളത് ഇഷ്ടപ്പെടാത്തവരെ കുറ്റപ്പെടുത്തുന്നതിനുള്ള ഒരു പദപ്രയോഗമായിട്ട് മാറിയിട്ടുണ്ട്. യഥാർത്ഥത്തിലുള്ള മതവിശ്വാസികൾ അതുപോലെ തന്നെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ഉപയോഗപ്പെടുത്തുന്നവർ അവരെ എല്ലാം വിശേഷിപ്പിക്കുന്നതിനുള്ള ഒരു പദമായി മാറിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് കാര്യമായ ചർച്ച നാട്ടിൽ നടക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതില് എനിക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്. അപ്പൊ ഞാൻ ചെയ്യുന്നതിനും പറയുന്നതിനും ഒക്കെ രാഷ്ട്രീയ ലക്ഷ്യം കാണും. പക്ഷെ ഇവിടെ പ്രധാനമായത് മതനിരപേക്ഷതയെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ ആശയമുണ്ടാവണമെന്നും മഹാത്മാഗാന്ധിയെ പോലുള്ളവരെ മതത്തെ സാമ്രാജ്യ വിരോധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനെ ശ്ലാഘിക്കണമെന്നും ഉള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാനത് എഴുതിയത്. 1958 ഞാൻ എഴുതിയത് ഇന്ന് പ്രസക്തമാണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ട് അന്ന് ഞാൻ മഹാത്മാഗാന്ധിയെ അദ്ദേഹത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും കൂട്ടിച്ചേർത്ത് വിലയിരുത്തുകയാണ് ചെയ്തത്. അത് ഇന്ന് പ്രസക്തമാണ്. ഇന്ന് മുമ്പ് എന്നത്തേക്കാളും പ്രസക്തമാണ്. മഹാത്മാഗാന്ധിയുടെ പങ്കിനുള്ള ഗുണവശങ്ങൾക്ക് ഇന്ന് കൂടുതൽ പ്രസക്തിയുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഗാന്ധിസത്തിൽ വിശ്വസിക്കുന്നവരും ഇടതുപക്ഷക്കാരും ചേർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള സൗകര്യം ഇപ്പൊ വന്നിരിക്കാം. ആ സ്ഥിതിക്ക് മതവിശ്വാസികളും മതത്തെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നവർ തന്നെ അതിൽ മതത്തെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നത് ഗാന്ധി ഉപയോഗിച്ചു, ജിന്നെ ഉപയോഗിച്ചു. ഗാന്ധി ഉപയോഗിച്ചപ്പോഴുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരുമായി സഹകരിക്കുകയും ഇന്നത്തെ ഗാന്ധിസ്റ്റുകളിൽ പുരോഗമനപരമായ നിലപാടെടുക്കുന്ന പലരുമുണ്ട്. അവരുമായി സഹകരിക്കുന്നത് ആവശ്യമാണ്. അവര് പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട ബഹുഭൂരിപക്ഷം ജനങ്ങളെയല്ല കാണുന്നത്. ആ സമുദായങ്ങളിൽപ്പെട്ടിട്ടുള്ള പ്രമാണിമാരെയാണ് കാണുന്നത്. ആ പ്രമാണിമാരുടെ സഹായം തേടാനാണ് അവര് ശ്രമിക്കുന്നത്. ഇതാണ് എൻ്റെ വിമർശനം. ഞങ്ങൾ നേരെ മറിച്ച് നോക്കുന്നത് ആ സമുദായങ്ങളിൽപ്പെട്ടിട്ടുള്ള പാവപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ക്രീമിയിൽ നിന്ന് ഉള്ള ആളുകളെ ഒഴിച്ചു നിർത്തുക എന്നും, പക്ഷെ അങ്ങനെ ഒഴിച്ചു നിർത്തുന്നതിന്റെ ഫലമായിട്ട് ആ സമുദായത്തിന് ജോലി നഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക എന്നുള്ള നിർദ്ദേശം ഞങ്ങൾ വെച്ചിട്ടുള്ളത്. ഈ നിലപാടിലേക്ക് CPI-യും വളരെ കാലം കഴിയുന്നതിന് മുമ്പ് എത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ഇന്നുള്ള ഈ തർക്കം താൽക്കാലികമാണെന്നാണ് എൻ്റെ അഭിപ്രായം. സ്വാഭാവികമായിട്ടുണ്ട്. മനുഷ്യര് രണ്ടോ മൂന്നോ ആൾ ചേർന്ന അഭിപ്രായ വ്യത്യാസം വരും. മറ്റേ അങ്ങനെ വരുമ്പോ 6 ലക്ഷത്തിലധികം അംഗങ്ങളുള്ള CPI-യിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് 60-ലേറെ മെമ്പർമാരുള്ള സെൻട്രൽ കമ്മിറ്റിയിലും 15-16 മെമ്പർമാരുള്ള PB-യിലും പ്രതിഫലിക്കും. പക്ഷെ അത് തീർക്കുന്നതിനൊരു പാർട്ടി മാർഗമുണ്ട്. അത് സ്വതന്ത്രമായ ചർച്ച. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഏകണ്ഠമായി തീരുമാനിക്കാൻ കഴിയുമെങ്കിൽ ഏകണ്ഠമായി തീരുമാനിക്കുക, അല്ലെങ്കിൽ ഭൂരിപക്ഷം അനുസരിച്ച് തീരുമാനിക്കുക. ഭൂരിപക്ഷം അനുസരിച്ചായാലും അത് എല്ലാ മെമ്പർമാരും
നടപ്പിൽ വരുത്തുക. ഞങ്ങൾ ചിലപ്പോ തലപ്പത്തിരിക്കുന്നുണ്ട് എന്നുള്ളൊരു പാപേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. ഞങ്ങളോട് മാറണമെന്ന് ചിലർ പറയാറുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, വേറൊരു യോഗത്തിൽ പറഞ്ഞു EMS മാറി നിൽക്കണം. അന്ന് ഞാൻ അതിന് മറുപടി പറഞ്ഞു, ഞങ്ങൾ ചെറുപ്പക്കാരായിരുന്ന കാലത്ത് അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാരോട് നിങ്ങൾ മാറി നിൽക്കണമെന്ന് പറയല്ല ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ പ്രവർത്തിച്ചിട്ട് അവരെ മാറ്റി നിർത്തുക ചെയ്തത്. അതുപോലെ നിങ്ങൾ ഞങ്ങളെ മാറ്റി നിർത്തിക്കോളൂ. EMSന്റെ മരണശേഷമുള്ള ആദ്യത്തെ പ്രഭാതത്തിൽ ഉണർന്നവർ നായകനെ തേടി AKG സെന്ററിലെത്തി. EMSുമായുള്ള അവസാന നിമിഷങ്ങളിൽ ഒന്നും നഷ്ടപ്പെടരുതെന്ന് നിർബന്ധമുണ്ടായിരുന്ന അനേകം മനുഷ്യർ മറ്റെല്ലാം മാറ്റിവെച്ച് അന്തിമ പ്രണാമങ്ങളുമായി വന്നു. അവസാനിച്ചത് ഒരു ചരിത്രാധ്യായമായിരുന്നുവെങ്കിലും പലരുടെയും സ്വന്തമായിരുന്നു നമ്പൂതിരിപ്പാട്. ഈ മനുഷ്യനെ ആദരിക്കുകയും സ്നേഹിക്കുകയും മാത്രമല്ല, ഓമനിച്ചിരുന്നവരായിരുന്നു ഇവരിൽ പലരും. അന്തിമയാത്രകളുടെ സമയമായി. ഔദ്യോഗിക ബഹുമതികൾക്കായി AKG സെന്ററിൽ നിന്ന് മൃതദേഹം സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്ക് കൊണ്ടുചെല്ലുകയായി. EMSന് പരിചിതമായ വഴികളിലൂടെ. നാടിന്റെ നേതാവായി അദ്ദേഹം നിശ്ചയദാർഢ്യത്തോടെ നടന്ന അധികാര വീഥികൾ. ഏലംകുളത്ത് മനയിൽ നിന്നൊരു തൊഴിലാളികളുടെ നേതാവ്. ഏലംകുളത്ത് മനയിൽ നിന്നൊരു തൊഴിലാളികളുടെ നേതാവ്. വയലേലകളിൽ പണിശാലകളിൽ തീപ്പൊരി പാകിയ നേതാവ്. വയലേലകളിൽ പണിശാലകളിൽ തീപ്പൊരി പാകിയ നേതാവ്. EMS ജനകോടികളുടെ നേതാവ്. ഏലംകുളത്ത് മനയിൽ നിന്നൊരു തൊഴിലാളികളുടെ നേതാവ്. ജന്മികുലത്തിൽ തമ്പ്രാനായി പിറന്നു പോയെന്നാലും പണി ചെയ്വോരുടെ വിമോചനത്തിന് ജന്മം മുഴുവൻ നൽകി. ജന്മികുലത്തിൽ തമ്പ്രാനായി പിറന്നു പോയെന്നാലും പണി ചെയ്വോരുടെ വിമോചനത്തിന് ജന്മം മുഴുവൻ നൽകി. കുടുമമുറിച്ചു പൂണൂൽ പൊട്ടിച്ചനീതികൾക്കെതിരായി സമത്വ സുന്ദര ലോകം തീർക്കാൻ വിപ്ലവനായകനായി. വിപ്ലവനായകനായി. വിപ്ലവനായകനായി.
ഏലംകുളത്ത് മനയിൽ നിന്നൊരു തൊഴിലാളികളുടെ നേതാവ്. തലയ്ക്കു സർക്കാർ വിലയിട്ടിട്ടും ജീവൻ വകവയ്ക്കാതെ പിറന്ന മണ്ണിൻ സ്വാതന്ത്ര്യത്തിനു രാവും പകലും പൊരുതി. തലയ്ക്കു സർക്കാർ വിലയിട്ടിട്ടും ജീവൻ വകവയ്ക്കാതെ പിറന്ന മണ്ണിൻ സ്വാതന്ത്ര്യത്തിനു രാവും പകലും പൊരുതി. ഒളിവിലിരുന്നു ചെറ്റക്കുടിലിൽ വനാന്തരങ്ങളിലെല്ലാം നാടിൻ മോചന രണാങ്കണങ്ങളിൽ വിപ്ലവനായകനായി വിപ്ലവനായകനായി വിപ്ലവനായകനായി. ഏലംകുളത്ത് മനയിൽ നിന്നൊരു തൊഴിലാളികളുടെ നേതാവ്. വയലേലകളിൽ പണിശാലകളിൽ തീപ്പൊരി പാകിയ നേതാവ്. EMS ജനകോടികളുടെ നേതാവ്. പൂണുനൂലറുത്തെറിഞ്ഞു വിപ്ലവം സ്വയം വരിച്ച പൂജനീയനം സഖാവ് നീ. പൂണുനൂലറുത്തെറിഞ്ഞു വിപ്ലവം സ്വയം വരിച്ച പൂജനീയനം സഖാവ് നീ. തന്നെ സങ്കടങ്ങളാക്കുവാൻ അനന്യ ചിന്തയോടെ അഗ്രഹാരവും ത്യജിച്ച നായകൻ. തന്നെ സങ്കടങ്ങളാക്കുവാൻ അനന്യ ചിന്തയോടെ അഗ്രഹാരവും ത്യജിച്ച നായകൻ. പൂണുനൂലറുത്തെറിഞ്ഞു വിപ്ലവം സ്വയം വരിച്ച പൂജനീയനം സഖാവ് നീ. അയലൊരുക്കി വിത്തെറിഞ്ഞ് വിളകൾ കൊയ്ത് തമ്പുരാന് സകലതും കൊടുത്തിരുന്ന കർഷകർക്കു വേണ്ടിയും. വയലൊരുക്കി വിത്തെറിഞ്ഞു വിളകൾ കൊയ്തു തമ്പുരാന് സകലതും കൊടുത്തിരുന്ന കർഷകർക്കു വേണ്ടിയും. പണിയറയ്ക്കകങ്ങളിൽ വിയർപ്പൊഴുക്കി വേല ചെയ്തും ഉടമകൾക്കു മുതൽ വളർത്തും അടിമകൾക്കു വേണ്ടിയും ജീവിതം കൊടുക്കുവാൻ സ്വജീവിതം ഒഴിഞ്ഞു വച്ചു വിപ്ലവം നയിച്ച ശങ്കര. പൂണുനൂലറുത്തെറിഞ്ഞു വിപ്ലവം സ്വയം വരിച്ച പൂജനീയനാം സഖാവ് നീ. കൂലിയേകിടാത്ത വേലയാക്കിയോ കേരളം ഭരിച്ചിരുന്ന കാലമസ്തമിച്ചു പോ. ഉടമാടിവ അടവു മാറി തൊഴില് മുതലിനരികിലായി അതിനുവേണ്ടി എഴുതിടുന്നതഖിലമതിനു തന്നെയേകി വിശ്വസിച്ച വിപ്ലവ പ്രതീക്ഷകൾക്കു സാക്ഷി നിന്ന പ്രഥമ രാജഭരണസാരഥി. Aman,
അറുത്തെറിഞ്ഞു വിപ്ലവം സ്വയം വരിച്ച പൂജനീയനം സഖാവ് നീ. അന്യ സങ്കടങ്ങളാറ്റുവാൻ അനന്യ ചിന്തയോടെ അഗ്രഹാരവും ത്യജിച്ച നായകൻ. തറവാടും ഞാൻ വളർന്ന കളിവീടും ഞാനടിയും ചുടുകാടും ഭാരതം ഈ ഭാരതം. ഞാൻ പിറന്ന തറവാടും ഞാൻ വളർന്ന കളിവീടും ഞാനടിയും ചുടുകാടും ഭാരതം ഈ ഭാരതം. സ്വപ്നങ്ങളിൽ ഞാൻ കാണും സ്വർഗം നവഭാരതം, കൽപ്പനയിൽ കണി കാണും ദുർഗം യുവഭാരതം. സ്വപ്നങ്ങളിൽ ഞാൻ കാണും സ്വർഗം. ഇതാ ഈ ശ്മശാനത്തിൽ അവസാനിക്കുക. നൂറുകണക്കിന് റീത്തുകൾ നിറഞ്ഞ ഒരു അകമ്പടി വാഹനത്തോടൊപ്പം തുറന്ന ഒരു കാരേജിലാണ് EMSന്റെ ഭൗതിക ശരീരം ഈ ക്രിമറ്റോറിയത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഈ വാഹനത്തിനുള്ളിൽ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സമന്വയരായ നേതാക്കൾ, EMS നിരവധി സംസ്ഥാന CPIM നേതാക്കൾ, ആയിരക്കണക്കിന് മനുഷ്യരാണ് ഈ വിലാപയാത്രയോടൊപ്പം. 88 വയസ്സ് കഴിഞ്ഞ സഖാവ് EMS വിനയാന്വിതനായി. എനിക്ക് ഇപ്പോ 88 വയസ്സായി. ഞാൻ ജനിച്ചത് 1084 ഏഴാം മാസത്തിൽ രേവതിയാണ്. ആ മലയാള കലണ്ടർ അനുസരിച്ച് ഉള്ള എൻ്റെ 88ാം പിറന്നാള് ഈ ജൂൺ 1-നായിരുന്നു. ഇനി എത്ര കാലം ജീവിച്ചിരിക്കും എന്ന് പറയാൻ വയ്യ. എങ്കിലും ഇതേവരെ ജീവിതത്തിൽ എനിക്ക് കൃതാർത്ഥതയുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എല്ലാം വളരെ ദൂരം വരെ പുരോഗമിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തെ ജാതി വ്യത്യാസത്തിന് വലിയ പോറൽ ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ രാജ്യത്തിൻ്റെ ദേശീയ സ്വാതന്ത്ര്യം ഔപചാരികമായെങ്കിലും നേടി. ദേശീയ സ്വാതന്ത്ര്യം നേടിയതിൽ പിന്നീട് ഉള്ള ഇടതുപക്ഷ പ്രസ്ഥാനം വളർന്നു വന്നു. ഇതിൻ്റെ എല്ലാം ഫലമായി ഞാൻ ജനിച്ച കാലത്തെ കേരളമല്ല ഇന്നത്തെ കേരളം. ഞാൻ ജനിച്ച കാലത്തെ ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ. ഈ വിധത്തിൽ ഒരു വലിയ മാറ്റം വരുത്തിയതിൽ ഒരു നിസ്സാരമായ പങ്ക് എനിക്കുമുണ്ട്. ആ മാറ്റത്തിൽ ഞാൻ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. ഇനി എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് പറയാൻ വയ്യ. ആ ഉള്ള കാലവും ഈ പ്രവർത്തനം തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നാണ് എൻ്റെ ആശ. CPM പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ ശ്രീ P. രാമചന്ദ്രൻ, E. ബാലാനന്ദൻ എന്നിവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നു. നേതാക്കൾ ഈ ശ്മശാനത്തിലേക്ക് പ്രവേശിക്കുന്നതിനൊപ്പം EMSന്റെ ഭൗതിക ശരീരം CPIMന്റെ
സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ദേശീയ നേതാക്കളും ചേർന്ന് അദ്ദേഹത്തിന്റെ പുത്രൻ ശ്രീ EM ശ്രീധരൻ നമ്പൂതിരിപ്പാടും ചേർന്ന് ഈ ശ്മശാനത്തിനുള്ളിലേക്ക് കൊണ്ടുവരികയാണ്. മന്ത്രി ശ്രീ പിണറായി വിജയൻ സംസ്ഥാന ബഹുമതികളോടെ സംസ്കരിക്കപ്പെടുന്ന EMSന്റെ ഭൗതിക ശരീരം EMS ഈ നാടിന്റെ ഇതിഹാസം, വരുംകാലത്തിന്റെ വഴികാട്ടി, സാരഥിയും സഖാ. ഒരു നിസ്സാരമായ പങ്ക് എനിക്കുമുണ്ട്. ആ മാറ്റത്തിൽ ഞാൻ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. ഇനി എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് പറയാൻ വയ്യ. ആ ഉള്ള കാലവും ഈ പ്രവർത്തനം തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നാണ് എൻ്റെ ആശ. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ ശ്രീ P. രാമചന്ദ്രൻ, E. ബാലാനന്ദൻ എന്നിവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നത്. നേതാക്കൾ ഈ ശ്മശാനത്തിലേക്ക് പ്രവേശിക്കുന്നതിനൊപ്പം EMSന്റെ ഭൗതിക ശരീരം CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ദേശീയ നേതാക്കളും ചേർന്ന് അദ്ദേഹത്തിന്റെ പുത്രൻ ശ്രീ EM ശ്രീധരൻ നമ്പൂതിരിപ്പാടും ചേർന്ന് ഈ ശ്മശാനത്തിനുള്ളിലേക്ക് കൊണ്ടുവരികയാണ്. മന്ത്രി ശ്രീ പിണറായി വിജയൻ സംസ്ഥാന ബഹുമതികളോടെ സംസ്കരിക്കപ്പെടുന്ന EMSന്റെ ഭൗതിക ശരീരം EMS ഈ നാടിന്റെ ഇതിഹാസം, വരുംകാലത്തിന്റെ വഴികാട്ടി, സാരഥിയും സഖാവും EMS നേർവഴിയെ നയിക്കുന്നു നമ്മെ. തേരുരുളുന്നു തേർത്തട്ടിലിന്നും ധീരതയോടെ നിൽപ്പതീയമ്മസ്. തേരുരുളുന്നു തേർത്തട്ടിലിന്നും ധീരതയോടെ നിൽപ്പതി. വൃത്തിയേതെന്നു വേദം വ്യസിച്ചു പുത്തനോത്യൻ പുരോഹിതൻ. മർത്യവൃത്തിയേതെന്നു വേദം വ്യസിച്ചു. ചേറിലണ്ടോർ പരിമ്പുക തിന്നോർ, പാടുപെട്ടിട്ടും പയ്യടങ്ങാത്തോർ, അക്ഷരങ്ങൾക്കകല വർത്തിച്ചോർ, ശിക്ഷ മാത്രം മുതലായി ലഭിച്ചോർ, ഇക്ഷിതിക്കവകാശികളെന്ന സത്യവേദ പൊരുൾ പൊലിപ്പിച്ചു. ഉള്ളതൊക്കെയും എല്ലാവർക്കും എന്നുള്ളുറപ്പോടെ അർപ്പിച്ചു സർവം. ഉള്ളതിലേറെ സംതൃപ്തനായി ഉണ്മയൂതി തെളിപ്പതീയമ്മസ്. ഉള്ളതൊക്കെയും എല്ലാവർക്കും എന്നുള്ളുറപ്പോടെ അർപ്പിച്ചു സർവം. ഉള്ളതിലേറെ സംതൃപ്തനായി ഉണ്മയൂതി തെളിപ്പതീയമ്മസ്. ആർക്കു ധൈര്യമീ ആത്മധൈര്യത്തിൽ നേർക്കു നോക്കുവാൻ ആർജവത്തോടെ. ആർക്കു ധൈര്യമീ ആത്മധൈര്യത്തിൽ നേർക്കു നോക്കുവാൻ ആർജവത്തോടെ. സാഗരത്തിൻ അഗാധാഹൃദന്തം മേരുവിൻ മഹാവിസ്തൃത പ്രാന്തം. സ്നേഹശീതളാശുദ്ധ മരന്തം ആരിതുപോലനുഗ്രഹിക്കുന്നു. ഈ മഹാന്റെ ചരിത്രത്തിൽ അല്പം പങ്കുപറ്റിയോർ നാം എത്ര ധന്യർ. ഈ മഹാന്റെ ചരിത്രത്തിൽ അല്പം പങ്കുപറ്റിയോർ നാം എത്ര ധന്യർ. ദൂരമേറെ നാം താണ്ടി എന്നാലും ദൂരമുണ്ടിനിയും താണ്ടുവാനേറെ. ദൂരമേറെ നാം താണ്ടി എന്നാലും ദൂരമുണ്ടിനിയും താണ്ടുവാനേറെ. തേരൊരുക്കി കഴിഞ്ഞിരിക്കുന്നു
തേരിലേറുവിൻ വേഗമാകട്ടെ, തേരൊരുക്കി കഴിഞ്ഞിരിക്കുന്നു, തേരിലേറുവിൻ വേഗമാകട്ടെ. ഈ മൗനം ആചാരമാണ്. അടുത്ത് ബന്ധപ്പെട്ട, ഒരുമിച്ച് പ്രവർത്തിച്ച, ഒരുമിച്ച് പോരാടിയ നിരവധി മുഹൂർത്തങ്ങളെ കുറിച്ചിട്ടുള്ള സ്മരണകൾ ഈ മനസ്സുകളിൽ നിറയുകയാണ്. EMSന്റെ ഭൗതിക ശരീരം ആദ്യം കണ്ട നിമിഷം ഈ കണ്ണുകൾ നിറയുന്നത് കാണാമായിരുന്നു. തങ്ങളുടെ നേതാവും ആചാര്യനും മാർഗദർശിയുമായ സഖാവ് EMന് സംസ്ഥാന ബഹുമതികളോട് കൂടിയിട്ടുള്ള സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഇത് കേരള പോലീസിന്റെ അന്ത്യാഭിവാദനം. റിവേഴ്സ് ആംസ്. അന്തരിച്ചുപോയ സംസ്ഥാനത്തിന് മുൻ മുഖ്യമന്ത്രിക്ക്, ഇന്ത്യയുടെ പ്രമുഖനായ ദേശീയ നേതാവിന്, മുൻ ആഭ്യന്തരമന്ത്രി, കേരള പോലീസിന്റെ തങ്ങളുടെ അന്തിമാഭിവാദനം അർപ്പിക്കുന്നു. ലാസ്റ്റ് പോസ്റ്റ് ആരംഭിക്കുകയാണ്. ഗൺ സല്യൂട്ട്. കേരള പോലീസിന്റെ അന്ത്യാഭിവാദനം. വീണ്ടും
എല്ലാ പരിവർത്തനങ്ങളുടെയും മുന്നിൽ ഭദ്രദീപമായി നടന്നു നീങ്ങിയ EMS, എല്ലാ പോരാട്ടങ്ങളുടെയും മുന്നിൽ നേതാവായി തിളങ്ങിയ EMSനുള്ള സംസ്ഥാന ബഹുമതി ഇവിടെ അർപ്പിക്കപ്പെടും. തന്റെ അവസാന ശ്വാസം വരെ സാമൂഹ്യ മാറ്റത്തിനായി തന്റെ വിശ്വാസ പ്രമാണങ്ങൾക്കായി വേദന കൽപ്പിച്ച EMS ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് ഒരു സൂര്യ തേജസ്സായിരുന്ന EMS ഇനി അല്പനിമിഷങ്ങൾ മാത്രം. ശ്രീ E.K. നായനാർ, ശ്രീ സീതാറാം യെച്ചൂരി, ശ്രീ പിണറായി വിജയൻ, ശ്രീ S. രാമചന്ദ്രൻ പിള്ള, സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാർ, CPIM-ന്റെ സംസ്ഥാന ദേശീയതല നേതാക്കൾ EMS-ന്റെ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് അദ്ദേഹത്തെ ആനയിക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു അഗ്നിസ്ഫുലിംഗമായി തെളിഞ്ഞ എന്നും EMS. അരിവാളും ചുറ്റികയും ആലേഖനം ചെയ്ത ചുവപ്പ് പതാകയിൽ പ്രവർത്തിച്ച ആ ശരീരം അതിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെയും പ്രമുഖരായ ഈ നേതാക്കളും ശ്രീ EMS-ന്റെ അവസാന ബന്ധുക്കളും. മതാനുഷ്ഠാന പ്രകാരമുള്ള സ്ഥലങ്ങളിലില്ലാത്ത EMS വിശ്വസിച്ചിരുന്ന EMS ജീവിച്ചിരുന്ന തരത്തിലുള്ള ഒരു അവസാനം. ഭാഗമായിരുന്ന EMS ഒരു ചരിത്രത്തിലെ ആവേശകരമായ ഒരധ്യായം. EMS-ന്റെ അവസാന ദൃശ്യങ്ങൾ, ആ മുഖം അതാ മറയുകയാണ്. നീ ഒരിക്കലും കാണാനാവാത്ത ആ മുഖം, അദ്ദേഹത്തിന്റെ തെളിഞ്ഞു നിൽക്കുന്ന ആ മുഖം, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ എന്നും തെളിഞ്ഞു കാണുന്ന ആ ചിന്തയുടെ ആ സാരല്യത്തിന്റെ EMS-ന് അഭിവാദ്യത്തിന് ചുറ്റും നിന്നുകൊണ്ട് ഈ ശ്മശാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയാണ്. അദ്ദേഹത്തിന്റെ ലാൽസനാഥ് അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പുത്രനും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള CPIM-ന്റെ മുതിർന്ന നേതാക്കളും പ്രവർത്തകരും സാധാരണക്കാരും മുദ്രാവാക്യങ്ങൾ മുഴക്കുകയാണ്. EMS നയിച്ച നിരവധി മുദ്രാവാക്യങ്ങൾ മുഴക്കുകയാണ്. EMS നയിച്ച നിരവധി സമര മുഹൂർത്തങ്ങളിൽ ഉയർന്നു കേട്ട മുദ്രാവാക്യം അദ്ദേഹത്തിന് ഈ മനസ്സുകളിൽ ഉയർന്നുണ്ടാവും. ഒരു യാത്ര ഇതാ ഇവിടെ അടിമയായി
മാലിന്യമായ ജീവിതം എരിഞ്ഞടങ്ങുകയാണ്. ഈ ലോകത്തെ, ഇന്ത്യയെ, ഇന്ത്യൻ സമൂഹത്തെ മാറ്റിമറിക്കാൻ തൻ്റെതായ സംഭാവനകൾ നൽകിയ ഒരു മഹാചിന്തകൻ, ദാർശനികന്റെ പദ്ധതി. വേദത്തിൻ മന്ത്രശാലയിൽ നിന്നും അക്ഷരം അരണിയായി കടഞ്ഞ തീയും കൊണ്ട് മർദ്ദിത ലക്ഷങ്ങളെ കൈപിടിച്ചുയർത്തിയോ ആ മഹാജ്യോതിസിന് കാലത്തിൻ പ്രണാമങ്ങൾ. യുഗചേതനയുടെ വിപ്ലവ പ്രണാമങ്ങൾ, യുഗചേതനയുടെ വിപ്ലവ പ്രണാമങ്ങൾ, യുഗചേതനയുടെ വിപ്ലവ പ്രണാമങ്ങൾ. ഈ നൂറ്റാണ്ടിനു കേരളമേകിയ വരിഷ്ഠമാമൊരു വരദാനം, മാർക്സിസമെന്ന മഹാതത്വത്തിൻ ഭാരത പൗരുഷമണിമന്ത്രം. ഈ നൂറ്റാണ്ടിനു കേരളമേകിയ വരിഷ്ഠമാമൊരു വരദാനം, മാർക്സിസമെന്ന മഹാതത്വത്തിൻ ഭാരത പൗരുഷമണിമന്ത്രം. പാടുക പടഹമരിക്കുക നാടിൻ വിപ്ലവ സത്യാന്വേഷികളെ, കാലപ്പെരുവഴി തോറുമുയർത്തുക നമ്മുടെ സംഘമഹാശക്തി. EMSനു ഭാവുകമരുളും നമ്മുടെ സംഘമഹാശക്തി. കൊല്ലും കൊലയും കുലാധികാരം കൊണ്ടൊരു മനയിൽ, ഏലം കുളം മനയിൽ നാലാം മുറയായി നടന്ന തന്ത്ര നാടിൻ നായകനായ കഥ, വിപ്ലവനായകനായ കഥ. കൊല്ലും കൊലയും കുലാധികാരം കൊണ്ടൊരു മനയിൽ, ഏലം കുളം മനയിൽ നാലാം മുറയായി നടന്ന തന്ത്ര നാടിൻ നായകനായ കഥ, വിപ്ലവനായകനായ കഥ. കുതിച്ചു പായും കുന്തിപ്പുഴയുടെ കുഞ്ഞലമാലകൾ പാടുന്നു ഈ മലനാടിൻ രണഭൂമികളതു സ്വന്തം കഥയായി മാറ്റുന്നു. ബ്രാഹ്മണ്യത്തിൻ പൂണൂൽ ചരടുകൾ പൊട്ടിച്ചെന്നൊരു നാളിൽ കോഴിക്കോട്ടെ കടൽപ്പുറത്തേക്കുപ്പിനു പോയൊരു യാത്ര. ബ്രാഹ്മണ്യത്തിൻ പൂണൂൽ ചരടുകൾ പൊട്ടിച്ചെന്നൊരു നാളിൽ കോഴിക്കോട്ടെ കടൽപ്പുറത്തേക്കുപ്പിനു പോയൊരു യാത്ര. കയ്യിൽ ചങ്ങല മുന്നിലിരുമ്പഴി അത്ഭുത ജൈത്രയാത്ര. ഇന്ത്യൻ വിപ്ലവ വീഥികൾ തേടുമൊരു ജ്വല സാഹസയാത്ര, ഒരു വിപ്ലവ ജൈത്രയാത്ര. കൊല്ലും കൊലയും കുലാധികാരം കൊണ്ടൊരു മനയിൽ, ഏലം കുളം മനയിൽ നാലാം മുറയായി നടന്ന തന്ത്ര നാടിൻ നായകനായ കഥ, വിപ്ലവനായകനായ കഥ. കൊല്ലും കൊലയും കുലാധികാരം
കൊണ്ടൊരു മനയിൽ ഏലംകുളം മനയിൽ 4-ാം മുറയായി നടന്ന തമ്പ്രാൻ നാടിൻ നായകനായ കഥ വിക്കവല